സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്ന് വിതയ്ക്കുന്നവന്റെ ഉപമയിൽ നിന്നുള്ള ഒരു ക്ലാസ്സാണ് ഇത്. വളരുന്ന വിശ്വാസി എന്ന് വേണമെങ്കിൽ ഈ ക്ലാസ്സിന് നമുക്ക് പേരിടാം. ആത്മീയ വളർച്ചയെന്നും പേരിടാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 4, 5, 6, 7, 8, 9 വാക്യങ്ങളിൽ നിന്നാണ് ഇതിനുള്ള വേദഭാഗം എടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 4, 5, 6 വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസുകളിൽ നാം ചിന്തിച്ചു കഴിഞ്ഞു. എങ്കിലും 4-ാം വാക്യം മുതൽ ഒരിക്കൽ കൂടെ വായിക്കാം. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികു വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു. വായിക്കാം. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാലെ ചൂട് തട്ടി, വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. ഒന്നാമത് ഈ വിത്ത് റോഡ് സൈഡിൽ വീണു. അത് പറവകൾ വന്ന് പെറുക്കിക്കൊണ്ടുപോയി. അത് വചനം കേൾക്കാൻ വന്നിട്ട് വേണ്ടത്ര ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന അനുഭവത്തെ കാണിക്കുന്നു. ശ്രദ്ധിക്കാതിരുന്നത് ഗ്രഹിക്കാതിരുന്നത് പിശാച് അവന്റെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി മോഷ്ടിച്ചുകൊണ്ട് പോയി. ആകയാൽ ഒരു മീറ്റിംഗിന് അറ്റൻഡ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യമൊന്നും കിട്ടത്തില്ല. മറ്റു മതങ്ങളിലാണെങ്കിൽ വന്നാ പുണ്യം, കണ്ടാ പുണ്യം, നിന്നാ പുണ്യം, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ വചനം കേട്ട് ഗ്രഹിച്ചാലേ പുണ്യമുള്ളൂ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. വന്ന് ഹാജര് വെച്ചതുകൊണ്ട് കാര്യമായ ഒരു പ്രയോജനം കിട്ടാത്ത ഒരു കൂട്ടായ്മയാണ് ഇത്. എന്നാൽ വരാനൊത്തില്ലെങ്കിൽ കാസറ്റെങ്കിലും കേട്ട് ഗ്രഹിച്ചാൽ അതിന്റെ പുണ്യം നിശ്ചയമായും വലുതായിരിക്കും. വന്നവർക്കായി വന്ദനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വഴിയരികെ വീണ വിത്തിനെ കുറിച്ച് 1-ാം ദിവസം ചിന്തിച്ചു. രണ്ടാമത് മണ്ണ് കുറവുള്ള സ്ഥലത്ത് അടിയിൽ പാറയുള്ള ഭാഗം, അതും ഭൂമിയിലുണ്ട്. അവിടെ വീണ വിത്ത് മുളച്ചു, അല്പം വളർന്നു. എന്നാൽ സൂര്യൻ ഉദിച്ച് കഠിനമായ കാലാവസ്ഥയുടെ ചേഞ്ച് വന്നപ്പോൾ, ചൂട് സമയം വന്നപ്പോൾ ആ ചെടി ഉണങ്ങിപ്പോയി. ഇത് കൂട്ടായ്മയിൽ വന്ന് കുറെ നാളൊക്കെ നിന്നു. എന്നാൽ വചനത്തിൽ വേരൂന്നുന്ന അനുഭവം ഇല്ലാത്ത ആളുകളെ കാണിക്കുന്നു. അതായത് പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ശ്രദ്ധിച്ചും കമന്റ് പറഞ്ഞും വിമർശിച്ചും ഒക്കെ ഇങ്ങനെ ആയുസ് പാഴാക്കി. ആഴത്തിൽ, ഹൃദയത്തിൽ, രഹസ്യത്തിൽ ദൈവം തമ്പുരാനുമായി ഒരു ബന്ധത്തിൽ വളരാൻ ശ്രദ്ധിച്ചില്ല. അതിന് സമയമെടുത്തില്ല. രഹസ്യ പ്രാർത്ഥനയോ രഹസ്യ വചനധ്യാനമോ രഹസ്യത്തിലുള്ള ദൈവീക ബന്ധങ്ങളോ വളർത്തുന്നതിൽ ശ്രദ്ധിക്കാതെ പുറമേയുള്ള ചടങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തു പോയിട്ട് പ്രതിസന്ധിയുടെ മുമ്പിൽ, വിമർശനത്തിന്റെ മുൻപിൽ തളർന്ന് പിന്മാറിപ്പോകുന്ന ആളുകളെ അത്രേ അത് കാണിക്കുന്നത്. സകല ദൈവിക വിശ്വാസികളും ഒരു ആഴമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് ആ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അതായത് പുറമേ ഉള്ള ചടങ്ങുകൾ അല്ല, ആന്തരികമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം വളരണം എന്ന് ആ ചിന്ത നാം ഇന്നലെ ധ്യാനിച്ചു. ഇന്ന് നാം 3-ാമത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കുന്നു. അത് നമ്മൾ 7-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. നമുക്ക് അവിടെ തൊട്ട് ഒന്നും കൂടെ വായിക്കാം. 7. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. ശ്രദ്ധിക്കൂ,
ഈ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സംഭവമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഒരു കൊച്ചു വാക്യം, മത്തായി സുവിശേഷം 13:7. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. ശ്രദ്ധയോടെ വചനത്തിലേക്ക് നോക്കുക. മറ്റു ചിലത് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികിലും ചിലത് പാറസ്ഥലത്തും വീണു. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഇതിന്റെ അർത്ഥം 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 22. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. മുള്ളിനിടയിൽ വീണു എന്ന് പറയുന്നതിന്റെ ആത്മീയ അർത്ഥം എന്താണ്? ഒരുത്തൻ വചനം കേട്ടു. വചനമാണ് വിത്ത്. അത് വന്ന് ഹൃദയമാകുന്ന മണ്ണിൽ വീണപ്പോൾ അവിടെ ഈ ലോകത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞ മുള്ള് നിപ്പുണ്ടായിരുന്നു. ധനത്തിന്റെ വഞ്ചന എന്ന് പറഞ്ഞ മുൾച്ചെടി നിപ്പുണ്ടായിരുന്നു. അത് മറ്റേതിനേക്കാൾ സീനിയറുമാണ്, നേരത്തെ ഉള്ളതാണ്. അപ്പൊ ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും എന്നതിനെ മുള്ളെന്നാ വിളിച്ചിരിക്കുന്നത്. ഈ മുള്ളിനെയാണ് വലിയ കാര്യത്തിൽ വളമിട്ട് വളർത്തുന്നത്. ഇത് മുള്ളാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇച്ചിരി മാറി നിൽക്കേണ്ടതല്ലേ? ഈ ലോകത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ മുള്ളാണെന്ന്. അതിനെയാണോ ഈ കെട്ടിപ്പിടിക്കാൻ പോണേ? അതിനെയാണോ ഈ വലിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നത്? ഈ ലോകത്തിന്റെ ചിന്ത. അപ്പോൾ അതെന്താന്ന് ഇന്ന് നമ്മൾ പഠിച്ചേ പറ്റൂ. ഈ ക്ലാസ്സിൽ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഭാഗം ഇതാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിലും പറഞ്ഞത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാ പിന്നെ അത് ഇന്നലെ പറയാൻ മേലായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്നലെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കേൾക്കത്തില്ലല്ലോ. കാരണം വഴിയരികെ വീണത് പറവ എടുത്തുകൊണ്ട് പോയി, അവരാരും ഇവിടെ വന്നിട്ടില്ല അല്ലേ? അപ്പൊ അത് പറയേണ്ട കാര്യമില്ലായിരുന്നു. എന്നാലും ആ ക്ലാസ് ഗ്രഹിക്കേണ്ടതായതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ പാറസ്ഥലത്ത് മണ്ണില്ലാത്തത് വീണത് വാടിപ്പോയി, അവരും വന്നിട്ടില്ലല്ലോ. ഉണ്ടോ? പിന്നെ ചെറിയ വാട്ടമുള്ളവരുണ്ടെങ്കിൽ അത് മാറിക്കോളൂ ഈ ക്ലാസ് കേൾക്കുമ്പോൾ. ഓക്കെ. എന്നാ 3-ാമത്തെ മുഴുവൻ പേര് ഇവിടെ ഇരിപ്പുണ്ട്. സ്വതന്ത്രം. മുള്ളിനിടയിൽ കിടന്ന് ഇങ്ങനെ ഞെരുങ്ങുക. ഉണങ്ങിപ്പോയിട്ടില്ല, സാധനമുണ്ട്, പക്ഷേ ഈ ഞെരുക്കമാണ്. 2 യോഗമൊക്കെ കേൾക്കുമ്പോൾ സംഗതി നല്ല ഇടാ, ഇത് ശരിയാണല്ലോ എന്നൊക്കെ തോന്നും. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ മുള്ള് അവിടെ നിന്നൊരു കുത്ത്, ഇവിടെ നിന്നൊരു കുത്തും. ഈ ലോകത്തിന്റെ ചിന്തയാണ്. അപ്പോഴത്തേനും തീരും. പിന്നെ ഒരു വിധത്തിൽ താളന്ന് കുത്തി അടുത്ത സൺഡേ വരുന്നത്. അപ്പോഴത്തേനും ഈ ലോകത്തിന്റെ ചിന്തയ്ക്കല്ല, ആത്മീയ ചിന്ത, വരുവാനുള്ള ചിന്ത, ഉയരത്തിലെ ചിന്ത, വചനം, പ്രത്യാശ എല്ലാം കൂടെ അങ്ങോട്ട് വേഗം ഗ്ലൂക്കോസ് കൊടുക്കുന്ന പോലെ കൊടുത്ത് ഒന്നന്ന് കണ്ണൊക്കെ തുറക്കും. ഗ്ലോറി, രക്തത്താൽ ജയം എന്നൊക്കെ പറയും. ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ മുള്ളവിടെ നിൽക്കുകയല്ലേ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ലോകത്തിന്റെ ചിന്ത എന്ന് ആദ്യമേ ഈ പറയുന്നത് ശരിയാണോ? ഒന്നുകൂടെ വായിച്ചേ. അതിന്റെ ആ വചനം വായിക്കുന്നവർക്ക് അറിയാതെ ഏതാ വായിക്കേണ്ടതെന്ന്. ആദ്യമേ ഉപമ വായിക്കുക, പിന്നെ അർത്ഥം വായിക്കുക. വായിച്ചോ. ആ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. ശ്രദ്ധിച്ചേ, വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ചിന്തയാണ്. മുള്ളെന്ന് പറയുന്നത് ലോകത്തിന്റെ ചിന്തയാണ്. ഇത്രയേ ഉള്ളൂ, 2 ചിന്തയാണ്. മനുഷ്യ ഹൃദയങ്ങളിൽ വിതയ്ക്കുന്ന വിത്തെന്ന് പറയുന്നത് ചിന്തകളാണ്. ദൈവീക ചിന്തകൾ ആണ് ദൈവവചനം. ലൗകിക ചിന്തകളാണ് സാത്താന്റെ വചനം.
സാത്താന്റെ വചനമാണ് ഹവ്വ വിശ്വസിച്ചത്. ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുകയായിരുന്നു. അപ്പോൾ സാത്താന്റെ വചനം എന്തുവാ? ഉൽപ്പത്തി 3 സാത്താന്റെ വചനം കാണാം. ഉൽപ്പത്തി 3 അതിങ്ങനെയാണ്. പാമ്പ് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഒന്നുകൂടെ ആ വാക്യം ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചോണം. ഈ ചതി, ഭയങ്കര ചതിയുണ്ട് അതിനകത്ത്. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? രണ്ടു പേര് തമ്മിൽ ആദ്യമായിട്ട് കാണുന്നു. ആദ്യമായിട്ട് കണ്ട ഉടനെ വിശേഷം എന്നാ ഉണ്ടെന്നല്ലേ ചോദിക്കുന്നത്. അപ്പോ പരിചയപ്പെടല്, വർത്താനം പറയല്, സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ഇതെല്ലാം എഴുതാൻ പോയ പുസ്തകം ഒരുപാട് വലുതാവും. കാരണം ഇവര് തമ്മിൽ ആദ്യമായിട്ട് കാണുക. അപ്പൊ പുള്ളിക്കാരത്തി ഒറ്റയ്ക്കുള്ള ഒരു സമയം നോക്കി ചെന്നു എന്നാ എന്റെ പ്രതീക്ഷ. അപ്പൊ ചെന്നു, ബെല്ലടിച്ചു. മാഡം, ഞാൻ ലൂസിഫർ, ഇവിടെ പണ്ട് തൊട്ടേ ഉള്ള ആളാ. നിങ്ങൾ ഇവിടെ പുതുതായിട്ട് താമസിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടൊന്ന് പരിചയപ്പെടാൻ വന്നാ. വെൽക്കം. അന്നേരം പുള്ളിക്കാരത്തി പറയേണ്ടത് അച്ഛനും കൂടി ഉള്ളപ്പോ വരികയായിരുന്നു നല്ലത്, കാരണം നമുക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ പറയാമല്ലോ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്നേരം പറഞ്ഞില്ലേലും അടുത്ത വാചകത്തിൽ പറയാനും. അപ്പൊ ഈ പുള്ളി ഇരുന്ന് കഴിഞ്ഞ അടുത്ത ചോദ്യം, യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അതിനു മുമ്പ് വേറെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനു മുമ്പത്തെ ചോദ്യം ഞാൻ ഊഹിക്കുകയാണ്, എന്നാ ഒരു ക്ഷീണം, ഒന്നും കഴിക്കുന്നില്ലേ? ഈ ചോദ്യം സഹതാപം ഉണ്ടാക്കും. കാരണം നമ്മുടെ വീട്ടുകാരൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ പുതുതായിട്ട് വന്ന മനുഷ്യന് ഇത്രയും സ്നേഹമുണ്ടല്ലോ അല്ലേ? അത് പെട്ടെന്നൊരു ഒരു 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 ഇൻട്രസ്റ്റ് ഉണ്ടാക്കും. അടുത്ത ചോദ്യമാണ്, ഒന്നും തിന്നരുതെന്നാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? വല്ല ബന്ധമുണ്ടോ ദൈവവചനവുമായിട്ട്? വല്ല ബന്ധമുണ്ടോ ഇവന്റെ ചോദ്യത്തിന്? എന്തുവാ ദൈവം കൽപ്പിച്ചതെന്ന് ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. 16-ാം വാക്യം, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. ഈ തിന്നരുതെന്ന് പറഞ്ഞത് തിന്നുന്നുള്ളതിനേക്കാളൊക്കെ പ്രധാനം അവിടെയല്ല, ചോദ്യത്തിന്റെ ആദ്യത്തെ ആ വാചകത്തിന്റെ കഠിനതയാണ്. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് ദൈവം. അപ്പൊ ദൈവത്തെ ഒരു ക്രൂരനായിട്ടും കഠിനനായിട്ടും ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇവന്റെ രഹസ്യ അജണ്ട. മനസ്സിലാവുന്നുണ്ടോ? തോട്ടത്തിലെ ഇത് ഇവരോട് ആരാ പറഞ്ഞേ? 1000 സാധനം കഴിക്കാൻ കൊടുത്തു, ഒരെണ്ണം കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴാണോ ചോദിക്കുന്നത് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുന്നു? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ക്വസ്റ്റ്യന്റെ പുറകിലത്തെ ഉദ്ദേശമാണ് മനസ്സിലാക്കേണ്ടവർ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി നിർത്തുകയല്ലാതെ ഒന്നും നിനക്ക് തരരുതെന്നാണ് ദൈവത്തിന്റെ പ്ലാൻ എന്ന് ഈ സഹോദരിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ നടുവിലത്തെ എന്നൊക്കെ പറയണം, അങ്ങനെ അതിലേക്കായിരുന്നു പോകേണ്ടത്. അപ്പൊ പിന്നെ ഞങ്ങൾ പട്ടിണി എടുക്കുക എന്നാണോ ചേട്ടൻ വിചാരിച്ചതെന്ന് വേണ്ട ചോദിക്കാൻ. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് കഴിച്ചാ ജീവിക്കുന്നേ? ഈ കാണുന്നത് മുഴുവൻ ഞങ്ങൾക്കുള്ളതാ, നിനക്കുള്ളതല്ല. ഇത് മുഴുവൻ ഞങ്ങൾക്കുള്ളതാ. ഒരെണ്ണം ദൈവത്തിന്റെ ഒരു കൽപ്പന ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു പ്രോബ്ലം ഇല്ലെന്നേ. അപ്പൊ ഇവിടെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് ഈ പുള്ളിക്കാരൻ വരുത്തി തീർക്കുകയാണ്. അവിടെയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. ദൈവത്തെ ക്രൂരനായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം.
ഇതുപോലെ സ്നേഹവാനായ ഒരു പിതാവിനെ ഇത്ര ക്രൂരനായിട്ട് അവതരിപ്പിക്കാൻ ഇവന് തോന്നിയല്ലോ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവനെന്നാ ഈ പിതാവിന്റെ പേര്. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നവനെന്നാണ് അവന്റെ പേര്. അവനാണോ പഴം തരാത്തത്? അവനാണോ ജോലി തരാത്തത്? അവനാണോ വീട് തരാത്തത്? അവനാണോ മക്കളെ തരാത്തത്? തരാൻ വേണ്ടി മാത്രമാണ് അവൻ വന്നത്, മേടിക്കാനല്ല അവൻ വന്നത്. ദൈവപുത്രൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അത്രേ. അവൻ തരാനാ വന്നത്. ലോകത്തിലുള്ള ദൈവങ്ങളെല്ലാം മേടിക്കാൻ വന്നപ്പോൾ യേശു ക്രിസ്തു തരുവാനാണ് വന്നത്. ഹല്ലേലൂയ! ഈ ദൈവത്തെ നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നേ? നിന്റെ കയ്യിലെ വെളിച്ചെണ്ണ മേടിക്കാനും മെഴുകുതിരി മേടിക്കാനും സ്തോത്രകാഴ്ച മേടിക്കാനും വന്ന ഒരു പാവപ്പെട്ടവനല്ല ഈ ദൈവം. നിനക്ക് വേണ്ടുവോളം തരുവാൻ മഹാസമ്പന്നനാണ് ഈ ദൈവം. ഹല്ലേലൂയ! അവനെത്ര മഹാൻ, അവനെത്ര സമ്പന്നൻ, അവനെത്ര വലിയവൻ. ഈ ദൈവത്തെയും ഈ ദൈവത്തിന്റെ സ്നേഹത്തെയും ഈ ദൈവത്തിന്റെ ക്ഷമയെയും ഈ ദൈവത്തിന്റെ കരുണയെയും നീ അറിയരുതെന്ന പിശാച് ആഗ്രഹിക്കുന്നത്. നീ രാത്രി നീ അറിയണം, അവൻ കരുണാ സമ്പന്നനാണ്, അവൻ സ്നേഹത്തിന്റെ സമുദ്രമാണ്, അവൻ കരുണയുടെ ഉറവിടമാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനെ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്ന അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്ന അത്യന്തം. ശത്രുവമെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ ദേവാ. ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം ദേവാ. ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനെ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്ന അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്ന അത്യന്തം. പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം നീങ്ങുന്നു. എന്നെ പുത്രരാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ പുത്രനാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ഇത്തരയിൽ എന്നെ സന്തോഷിക്കുന്ന അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ രണ്ട് ചിന്തയാണ് ലോകത്തിലുള്ളത്. ഒന്ന് ദൈവത്തിന്റെ ചിന്ത, രണ്ട് പിശാചിന്റെ ചിന്ത. ഇതേ പിശാച്
യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നു, സാക്ഷാൽ ദൈവപുത്രന്റെ അടുക്കൽ വന്നു. ഇതേ പിശാച് ദൈവപുത്രന്റെ അടുക്കൽ വന്നിട്ട് എന്താണ് യേശുവിനോട് പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. 4-ാം അധ്യായം 8-ാം വാക്യം, മത്തായി സുവിശേഷം 4:8. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു. എന്ത് കാണിച്ചു? ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. ലോകവും അതിന്റെ മഹത്വവുമാണ് പിശാച് കാണിച്ചത്. ലോകവും അതിന്റെ മഹത്വവും. ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു വാക്യം ഓർമ്മ വരണം. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. അതാണ് ഇവന്റെ കച്ചവട സാധനം. പിടികിട്ടുന്നുണ്ടോ? ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. അത് തരാമെന്നായി പറയുന്നത്. ആരോട്? ദൈവപുത്രനോട്. ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് പറയണം, ഈ ലോകത്തിന്റെ മഹത്വം അന്വേഷിച്ചല്ല ഞാൻ വന്നത്, ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം അന്വേഷിച്ചാണ് ഞാൻ വന്നത്. പിന്നെ പിശാച് ദൈവപുത്രനെ ഉയർന്നോരു മലയെ കൊണ്ടുപോയി സകല ലോകവും അതിന്റെ മഹത്വവും കാണിച്ചു. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കെട്ടിടം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ആഭരണം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ പൊസിഷൻ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഭക്ഷണം, ലോകത്തിലെ ഏറ്റവും ആകർഷിക്കുന്ന സൗന്ദര്യം, ഇതല്ലേ മനുഷ്യന് വേണ്ടത്? നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും എന്തിനാ? ലോകത്തിലെ ഏറ്റവും വലിയ വീട് കിട്ടാനല്ലേ? എന്നാ വീട് വേണ്ടെന്ന് അടുത്ത ചോദ്യം. വേണം. ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുവീൻ. ആവശ്യത്തിനുള്ളത് തരാം, ആഗ്രഹിക്കുന്നതെല്ലാം തരികയില്ല. സ്തോത്രം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുകയില്ല, എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നും മുടക്കുകയുമില്ല. എഴുതി വെച്ചോ വേണമെങ്കിൽ ഈ വാചകം. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നും അവൻ മുടക്കുകയില്ല, എന്നാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ആവശ്യം എന്താണെന്ന് എന്റെ കർത്താവിന് അറിയാം. എന്റെ കൊച്ചിന്റെ ആവശ്യം എന്നാന്ന് എനിക്കറിയാമെങ്കിൽ എന്റെ ആവശ്യം എന്നാന്ന് എന്റെ സ്വർഗത്തിലെ അപ്പനറിയാം. ഇന്ന് ഈ ക്ലാസ്സിലിരിക്കുന്ന സഹോദരി, ഇന്ന് ഈ ക്ലാസ്സിലിരിക്കുന്ന സഹോദര, നിന്റെ ആവശ്യം, നിന്റെ മക്കളുടെ ആവശ്യം, നിന്റെ ഓഫീസിലെ ആവശ്യം, നിന്റെ ശാരീരിക ആവശ്യം അറിയുന്ന ഒരു ദൈവത്തെയാ നീ വിളിക്കുന്നതെന്ന് മറക്കരുത്, 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 മറക്കരുത്. കർത്താവ് അത് അറിയുന്നു, കർത്താവ് അത് തരും. അവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ വലിയവനാകാൻ ആർക്കാ ആഗ്രഹമില്ലാത്തത്? ലോകത്തിൽ ധനവാനാകാൻ ആർക്കാ ആഗ്രഹമില്ലാത്തത്? അതിനുവേണ്ടിയാണോ ദൈവത്തെ വിളിക്കുന്നത്? എങ്കിൽ വലിയ കുഴച്ചിലേക്ക് ഈ സമൂഹത്തെ നമ്മൾ കൊണ്ടുപോകണത്. പിശാച് യേശുവിന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ലോകവും അതിന്റെ സകല മഹത്വവും നിനക്ക് ഞാൻ തരാം. അതിന് എത്ര വർഷം IELTS പഠിക്കണം? വേണ്ട, ഒന്നും പഠിക്കണ്ട. ഈ മഹത്വം മുഴുവൻ നിനക്ക് തരാൻ എത്ര വർഷം ട്രെയിനിങ് എടുക്കണം? ഒരു ട്രെയിനിങ് വേണ്ട. ഒറ്റ സെക്കൻഡ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. ഏറ്റവും ഷോർട്ട് കട്ടിലൂടെ ലോകത്തിന്റെ ഏറ്റവും വലിയ ആളാക്കി നിന്നെ മാറ്റാവുന്നു. എങ്ങനെയുണ്ട്? അപ്പൊ എളുപ്പ വഴിക്ക് പണക്കാരനാക്കാമെന്ന് പറയുന്ന പുള്ളി ആരാന്ന് പിടികിട്ടിയോ? ആരാന്ന് പിടികിട്ടിയോ? അത് വെള്ള ഉടുപ്പിട്ടുകൊണ്ട് പറഞ്ഞാലും കറുത്ത ഉടുപ്പിട്ടുകൊണ്ട് പറഞ്ഞാലും ചെറുത്താനാണെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ഒറ്റ മിനിറ്റ് കൊണ്ട് നിന്നെ പൊസിഷനിലാക്കി തരാം, നിന്നെ പ്രസിഡന്റ് ആക്കി തരാം, നിന്നെ ട്രഷറർ ആക്കി തരാം, നിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനാക്കി തരാം. ഇത് പറയുന്നത് ബൈബിൾ അല്ല. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ നടത്താവുന്ന ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എന്നൊരു മനുഷ്യനുണ്ട്. ജയിലിൽ കിടന്നോണ്ട് ഒരു കത്തെഴുതി. ജയിലിൽ കിടന്നോണ്ട്. ജയിലിൽ കിടന്നിട്ടുള്ള വല്ലവരും ഉണ്ടോ? കിടന്നാലേ അതിന്റെ സുഖം അറിയുന്നു. ജയിലിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവിടുത്തെ കഥയൊക്കെ ചിലവരോട് ചോദിച്ചിട്ടുണ്ട്.
ഒരു 13 പേരടങ്ങുന്ന ഒരു സംഘമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇടയ്ക്കൊക്കെ പരിശോധന നടത്താൻ പോകും. എല്ലാം 12 കൊല്ലം കിടന്നവരാണ്. അപ്പൊ അവരെ കൊണ്ട് പരിശോധന പോയാൽ മൈക്ക് സാങ്ഷൻ ഒന്നും ഒരു വിഷമമില്ല. എവിടെ ചെന്നാലും മൈക്ക് സാങ്ഷൻ കിട്ടും. ഏത് കവലയിലും പ്രസംഗിക്കാം. കാരണം ജീവപര്യന്തക്കാരൻ ഒരുവിധപ്പെട്ടവർക്കെല്ലാം പേടിയാണ്. ജയിലിനകത്ത് വെച്ച് മാനസാന്തരപ്പെട്ട കാര്യം ഇവരറിയുന്നില്ലല്ലോ. സ്തോത്രം. അപ്പോൾ ഇതിനകത്തെ അവസ്ഥ എനിക്കറിയാം. അതിനകത്ത് കിടന്നുകൊണ്ട് പൗലോസ് എഴുതിയ കത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയാകും. നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതണം എന്ന് സാധിക്കും. ആരോട് പറയണ്ട, പറഞ്ഞാൽ ചിലപ്പോൾ അവർ കടം ചോദിക്കും. മനസ്സിൽ പറയാമോ ഇപ്പൊ എനിക്കെല്ലാം ഉണ്ടെന്ന്? ഇപ്പൊ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, സമൃദ്ധി എന്ന് പറയാമോ? ഇപ്പൊ പറയാൻ വേല ഇനി ഒരിക്കലും പറയാൻ പറ്റിയില്ല. ഇപ്പൊ പറയാമോ എന്ന് ചോദിച്ചപ്പോ ഒരു 5 കൊല്ലം കഴിഞ്ഞ് പറയാമെന്നല്ലേ മനസ്സിൽ പറഞ്ഞേ? പറയല. ഇപ്പൊ അങ്ങ് പറഞ്ഞു. കാരണം നാളെ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ പറയാൻ. ഹല്ലേലൂയ. ജയിലിനകത്ത് വിരിക്കാൻ ഷീറ്റ് കൊടുക്കുകയില്ല. കാരണം അപകടം ഉണ്ടാക്കും, വല്ല കുഴപ്പമുണ്ടാക്കിയെങ്കിലോ. അപ്പൊ സിമന്റ് തറയിൽ ഇരുന്നുകൊണ്ട് എഴുതുകയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, സമൃദ്ധിയാണ്. അപ്പൊ പ്രോസ്പിരിറ്റി എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത് എന്തോ? ഇപ്പൊ അങ്ങനെ ഒരു വാക്യം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ളവരുണ്ടോ? കാരണം എല്ലാവരും എപ്പോഴും ഒന്നും ബൈബിൾ വായിക്കുന്നില്ലല്ലോ. കാണിച്ചു തരാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. മതി. ജയിലിൽ വെച്ചാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഫിലിപ്പിയ ലേഖനം മുഴുവൻ വായിച്ചാൽ മതി, അന്നേരം മനസ്സിലാവും. അപ്പോ ലോകത്തിന്റെ മുഴുവൻ മഹത്വവും യേശുതമ്പുരാനെ കാണിച്ചിട്ട് പറഞ്ഞു, കുറുക്ക് വഴി എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തന്നേക്കാം. യേശു പറഞ്ഞു, വേണ്ട, ലോകത്തിന്റെ മഹത്വത്തിനല്ല ഞാൻ വന്നത്, ദൈവത്തിന്റെ മഹത്വം ഞാൻ ലോകത്തെ കാണിക്കാൻ പോവുക. സത്യങ്ങൾ പലപ്പോഴും നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സത്യങ്ങൾ നമ്മുടെ സമീപത്ത് നിൽപ്പുണ്ടെങ്കിലും കാണാൻ കഴിയാതെ പിശാച് നമ്മുടെ കണ്ണക്കുരുടാക്കുകയാണ്. അതെ, പിശാചിന്റെ വചനങ്ങളും ദൈവത്തിന്റെ വചനങ്ങളും. കർത്താവിന്റെ വചനമാണ് നല്ല വിത്ത്, പിശാചിന്റെ വചനങ്ങളാണ് മുള്ള്. ഈ മുള്ള് നല്ല വചനത്തെ ഞെരുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുള്ളിനെ കുറിച്ച് ഇന്ന് പഠിക്കണമല്ലോ. ഈ മുള്ള് എന്ന് പറയുന്നത് എന്താണ് എന്നൊരിക്കൽ കൂടെ നോക്കാം. മത്തായി 13:22. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. മുള്ളിന്റെ ഇടയിൽ വിതയ്ക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയുമാണ്. അങ്ങനെയാണെങ്കിൽ മുള്ള് എന്നത് ഈ ലോകം തന്നെ. അങ്ങനെയാണെങ്കിൽ ലോകത്തെക്കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത്? എന്താ ലോകം? ഞാന് കുറെ ഇങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇപ്പൊ പറയാനൊക്കത്തില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം ലോകത്തെക്കുറിച്ച്. എടുത്താട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം വായിച്ചാട്ടെ. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിയുക. പിന്നെ നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഈ 18-19 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാം? ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്നൊരു വാചകം അവിടെ കണ്ടു അല്ലേ? അപ്പം നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ലോകം. ഇനി അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു, അത് എന്നെ പകച്ചു എന്ന്. അതാരുടെ കാര്യമാണ്?
യേശുവിനെ. അത് നിങ്ങളെ പകയ്ക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അതാരുടെ കാര്യ? നമ്മുടെ. അപ്പൊ 3 കാര്യം കിട്ടിയോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ അവസ്ഥയാണ് ലോകം. ഈ വചനത്തിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് യേശുവിനെ പകച്ച സാധനമാണ്. എന്താണെങ്കിൽ അത് യഥാർത്ഥ ദൈവമക്കളെയും പകയ്ക്കും എന്ന് കർത്താവ് പറയുന്നു. അപ്പൊ 3 കാര്യം കിട്ടി. ഇനി നമുക്ക് 17-ാം അധ്യായത്തിലോട്ട് വരാം. യോഹന്നാൻ 17:14 വായിച്ചു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു. ശ്രദ്ധിച്ചേ, നമ്മള് ലോകത്തിൽ ലൗകികർ അല്ലാതെ ജീവിക്കണം. യേശു ലോകത്തിൽ ലൗകികനല്ലാതെ ജീവിച്ചു. അപ്പൊ 2 കാര്യം. യേശു ഈ ലോകത്തിൽ ലൗകികൻ അല്ലാതെ ജീവിച്ചു. നമ്മളും ഈ ലോകത്തിൽ ലൗകികർ അല്ലാതെ ജീവിക്കണം. എന്ന് പറഞ്ഞാൽ കപ്പൽ വെള്ളത്തിൽ കൂടെ ഓടുന്നു എങ്കിലും വെള്ളം കപ്പലിനകത്ത് കയറുന്നില്ല. കയറിയാൽ കപ്പൽ മുങ്ങിപ്പോകും. ഇതുപോലെ ലോകത്തിൽ ലൗകികർ അല്ലാതെ നാം ജീവിക്കണം. മത്സ്യം വെള്ളത്തിനകത്തൂടെ പോകുന്നെങ്കിലും വെള്ളം മത്സ്യത്തിനകത്ത് കയറുന്നില്ല. ഉപ്പ് വെള്ളത്തിലൂടെ മീൻ നടക്കുന്നെങ്കിലും ഉപ്പ് മീനിന്റെ അകത്ത് കയറുന്നില്ല. ഇതുപോലെ നാം ലോകത്തിൽ ലോകം കയറാതെ ജീവിക്കണം. മീനിന്റെ അകത്ത് ഉപ്പും വെള്ളവും കയറും, മീൻ ചത്തുപോയാൽ. ആത്മീകമായി മരിച്ചാൽ ലോകം നമ്മുടെ അകത്ത് കയറും. ആത്മീകമായ കണ്ണ് മങ്ങിയാൽ, ആത്മീകമായ ക്ഷീണം സംഭവിച്ചാൽ അപ്പം ലൗകികത വളരും. ആത്മീയത മങ്ങിയാൽ ലൗകികത പൊങ്ങും. ആ വാക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഇപ്പൊ വായിച്ചത് വീണ്ടും വായിച്ചേ. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാമോ? ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തതിനാൽ അവർ ലൗകികർ അല്ലാതെ തീർന്നു. ദൈവവചനം അകത്ത് കയറിയവർ ലോകത്തെ പുറത്തിയടിക്കും. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു, അതിനാൽ അവർ ലൗകികർ അല്ല. വചനം ഒരു മനുഷ്യന്റെ അകത്ത് ക്രിയ ചെയ്യുമ്പോഴാണ് ലോകം പുറത്തു പോണത്. സ്തോത്രം. വചനം ഒരു മനുഷ്യന്റെ അകത്ത് ക്രിയ ചെയ്യുമ്പോൾ ലോകം പുറത്തു പോകും. വചനം അകത്ത് കയറിയവൻ ലൗകികനല്ല. ലൗകികനല്ലെങ്കിൽ പിന്നെ ആരാ? ആത്മീയനാണ്. സ്തോത്രം, സ്തോത്രം. അപ്പോ അതിനാണ് വചനം പിന്നെയും കേൾക്കുന്നത്. നമ്മൾ ഈ ലോകത്തിലൂടെ നടക്കുമ്പോൾ, ലോകകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ലോകം കുറേശ്ശെ കയറും, ഇടിച്ചു കയറും. അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നാൽ വചനം വരുമ്പോൾ അത് പുറത്ത് അടിപ്പോകും. അതിനാ വചനം കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പിന്നെയും കേൾക്കുന്നത് എന്തിനാ? നമ്മുടെ ലൗകികത മാറാനാ, ലൗകികത കൂട്ടാനല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മീറ്റിങ്ങുകളിൽ വരുന്നത് ലൗകികത കൂട്ടാനല്ല, ലൗകികതയെ അടിച്ചു പുറത്തിറക്കാനാ. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു, അവർ ലൗകികന്മാരല്ല. അപ്പോൾ നമ്മൾ ലോകത്തിൽ ലൗകികർ അല്ലാതെ ജീവിക്കണം. യേശു ഈ ലോകത്തിൽ ലൗകികൻ അല്ലാതെ ജീവിച്ച് കാണിച്ചു തന്നു. സ്തോത്ര, 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 സ്തോത്രം. അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഇച്ചിരി സമയമെടുക്കും. ഇപ്പൊ നമ്മൾ എത്ര കാര്യം കണ്ടു? 5. ഈ പറഞ്ഞതിനൊരു വിശദീകരണമായി എടുത്തിട്ട് പോവുക. തിരിച്ചു ഇവിടെ തന്നെ വരും. നമ്മൾ 17-ാം സങ്കീർത്തനത്തിൽ സ്തോത്രം കർത്താവേ. പതിനേഴിന്റെ 13-14 ഒന്ന് വായിക്കാമോ? യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്തു
യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിൽ അത്രേ. ഒന്ന് നിർത്തിക്കേ. ആരുടെ ഓഹരിയുടെ കാര്യം പറയുന്നേ? കുറച്ച് പറഞ്ഞാട്ട് ലൗകിക പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, നമ്മുടെ എല്ലാം നോർത്തോണേ. അവരുടെ ഓഹരി അങ്ങനെയാണെങ്കിൽ നമ്മുടെയോ വരുവാനുള്ള ആയുസ്സില്ല. അവരുടെ ഓഹരി ലോകക്കാരുടെ ഓഹരി ഈ ആയുസ്സില. അടുത്തത് ആരുടെ? അയ്യോ, ഇത് ശരിയാണോ ഈ പറയുന്നത്? ആരുടെ സമ്പത്ത് കൊണ്ട്? ദൈവം തമ്പുരാൻ അവന് ഇഷ്ടം പോലെ കാശ് കൊടുക്കുമെന്ന്. അയ്യോ, ഇത് തെറ്റാണോ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കാവുള്ളൂ. ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇവർക്കെല്ലാം നീ ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ടുണ്ടെന്ന്. ഞാനാണ് ഇവിടെ കഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉരുട്ടിക്കൊണ്ട് പോകണം. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അടുത്തത് ആണ്ടേ, അതുകൂടെ വന്നപ്പോ തീർന്നു. അവർക്ക് ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. അടുത്തത് ഇവർക്ക് ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. അതെല്ലാം അവർ പിള്ളേരുടെ പേരില് സ്വിസ് ബാങ്കിലൊക്കെ ഇട്ടേച്ച് പോവുക. നമ്മളിവിടെ മോർഗേജ് അടയ്ക്കാൻ വിഷമിക്കും. അടുത്ത വായിച്ചു. അതാണ് എന്റെ പ്രതീക്ഷ. സ്തോത്രം. അതുകൊണ്ട് ഒരുപാട് കടം മേടിക്കരുത്. ചെറിയ വീടേ മേടിക്കാവുള്ളൂ. അടച്ചു തീർക്കാൻ കിടന്ന് വിഷമിക്കരുത്. സ്തോത്രം. അല്ല, ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്, അത് നാളെ ഇല്ലാതെ പോയാൽ എടുക്കും. ഭയങ്കര തട്ടിപ്പാ കേട്ടോ ഇത്. നമ്മളെ ഒരു വല്ലാത്ത വെട്ടിൽ വീഴിക്കുക ഇവരെല്ലാവരുടെ കൂടി. മേടിച്ചു, എല്ലാം കടം മേടിച്ചോളം പറയുക. ഞാൻ വേറൊരു രാജ്യത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോഴേ ഒരു സഹോദരനെ കണ്ടു. എന്താ പ്രസംഗം ഈ പ്രാവശ്യം യോഗത്തിനൊന്നും കണ്ടില്ലല്ലോ. അതേ, ഇപ്പൊ ഡബിൾ ഡ്യൂട്ടി എടുത്തിരിക്കുക. അതെന്താ? ഇച്ചിരി വലിയ വീട് മേടിച്ചു. അത്ര വലുതാണോ? അതെ അതെ, വലിയ വീടാ. ഇതിന് അത്രയും വലുത് മേടിച്ച് ദൈവദാസന്മാര് വന്നാ കിടത്താവല്ലോ നോക്കി. എന്നിട്ട് ഇപ്പൊ എന്നാ അത് അടച്ചു തീർക്കണ്ടേ? അത് കാരണം 2 ഷിഫ്റ്റാ ഇപ്പൊ പോണം. ഈ കണക്കിന് ദൈവദാസന്മാര് കിടക്കും. കാരണം പുള്ളി യോഗത്തിന് വന്ന് കണ്ടിട്ട് വേണ്ടേ ദൈവദാസനെ ഒന്ന് വിളിക്കാൻ. ഇനി ഇതിന്റെ സൈക്കോളജി കേൾക്കണോ? ഈ പുള്ളിയും കിടക്കുകയില്ല ഈ വീട്ടിൽ. കാരണം ഈ പുള്ളി കമ്പനിയിലാ കിടക്കുന്നത്. പിടി കിട്ടുന്നുണ്ടോ? 2 ഷിഫ്റ്റ് കഴിഞ്ഞ് പിന്നെ എപ്പോഴാ കിടക്കുന്നത്? പുള്ളിക്കാരത്തി കിടപ്പില്ലല്ലോ, അവിടെ തന്നെയാ. ഞാൻ തമാശ പറഞ്ഞു, നിങ്ങൾ ആ ആശുപത്രിയിൽ ഒരു മുറി അങ്ങ് എടുത്താൽ മതി, അവിടെ അങ്ങ് കിടന്നാൽ പോയി. സ്തോത്രം. ഇതിനിടെ പെട്ടെന്ന് ജോലി കൂടെ പോയാലോ? ആവശ്യമില്ലാത്ത ബാധ്യതയ്ക്കകത്ത് പാവപ്പെട്ടവരെ കൊണ്ടുവന്ന് ചാടിക്കുക. എന്നിട്ട് ചക്രശ്വാസം വലിക്കുക. സങ്കീർത്തനം വായിച്ചാൽ ബില്ലും തലയിൽ കയറുമോ? മലാഖി പ്രവചനം ബില്ലും പിടികിട്ടുമോ? ഒരു സംഗതി പിടികിട്ടുന്നില്ല. ഒരു ശ്വാസം വലിയ. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കൊണ്ട് തൃപ്തനാണ്. ഇതാണ് ഈ മനുഷ്യന്റെ പ്രത്യാശ. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചു പോകുന്നു. അവർക്കിഷ്ടം പോലെ സമ്പത്തുണ്ട്, പക്ഷെ അവർ ലൗകികരാണ്. ഒരു സത്യം മനസ്സിലാക്കണം, ലോകത്തിലെ ലൗകികർക്കാണ് കൂടുതൽ ധനം. ഏതാണ്ട് ഒരു ഇച്ചിരി പൈസ ഏതാണ്ട് കിട്ടിയപ്പോഴത്തേനും നമ്മൾ പറയുകയാണ്, ദൈവമക്കളെ ദൈവം അനുഗ്രഹിച്ചു, വല്ലാണ്ടാക്കിയിരിക്കുക. എന്തനുഗ്രഹിച്ചു? ഈ മുകേഷ് അംബാനി ഭാര്യയുടെ അവരുടെ ഈ മാരേജ് ആനിവേഴ്സറിക്ക് ഈ കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം കൊടുത്തത് ഒരു ജെറ്റാണ്. പ്ലാസ്റ്റിക് വിമാനമല്ല,
നമ്മൾ ഇവിടുന്ന് കൊച്ചിക്കൊക്കെ പോണ സാധനേ ഒരെണ്ണം അങ്ങ് കൊടുത്തു. എങ്ങനെയുണ്ട്? അടുത്തത് വന്നപ്പോൾ എത്രയോ കോടി, ഞാൻ മറന്നുപോയി, ഒരു ഫ്ലാറ്റ് 46 മുറി ഏതാണ്ടുള്ള ഒരെണ്ണം. അപ്പൊ ഇനി അടുത്ത ആനിവേഴ്സറിക്ക് എന്തോ കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കും. നമ്മൾ ഭാരപ്പെടുന്ന കാര്യമില്ല, പോയി കൊടുത്തോളൂ. എന്നാലും ഞാനിങ്ങനെ അപ്പൊ ഈ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണ്, എനിക്ക് ഈ ഒരു പഴയ മാരുതി കിട്ടിയെന്നൊക്കെ നമ്മൾ പറഞ്ഞ് വലിയ പബ്ലിസിറ്റി കൊടുക്കണ്ട. അതൊക്കെ ഇവിടെ നിന്ന് പോകാൻ നിനക്ക് തരുന്നതാ. അതായത് ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ തേപ്പ് വെട്ടി സൗജന്യം, അത്രേ ഉള്ളൂ. കർത്താവിനെ സേവിക്കുന്നതിന്റെ കൂടെ ചുമ്മാ ഒന്ന് അതിലേക്ക് പൊക്കോന്നും പറഞ്ഞ ഒരു സാധനം തന്നതാ. അനുഗ്രഹം വരാൻ പോണേ ഉള്ളൂ, അനുഗ്രഹം വരാൻ പോണേ ഉള്ളൂ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. ഈ ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഈ ലോകത്തിൽ ലൗകികരല്ലാതെ ജീവിക്കണം. യേശു അങ്ങനെ ജീവിച്ച് കാണിച്ചു. കഴിഞ്ഞ ദിവസം കോൺഫറൻസിന്റെ വിഷയം അതായിരുന്നു, യേശു നടന്നതുപോലെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൽ ലൗകികൻ അല്ലാതെ ജീവിക്കുക. അതാ എന്റെ അർത്ഥം. യോഹന്നാൻ 17 തിരിച്ചു വന്നാട്ടെ. യോഹന്നാൻ 17 ഹല്ലേലൂയ. യോഹന്നാൻ 17 14 15 വീണ്ടും വായിച്ചു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നെല്ലാം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ എന്റെ അപേക്ഷ. ആമേൻ. അപ്പോൾ ലോകത്തിൽ ലൗകികരല്ലാതെ ജീവിക്കണം. അടുത്ത കാര്യം, ലോകത്തിൽ ലൗകികരല്ലാതെ ജീവിച്ചാൽ മാത്രം പോരാ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം വായിച്ച് 15 വായിച്ചു. 15 അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസികളെ പോലെ പ്രകാശിക്കും. ലോകത്തിൽ ലൗകികരല്ലാതെ ജീവിച്ചാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? ജ്യോതിസികളെ പോലെ പ്രകാശിക്കണം. സ്തോത്രം. ലോകത്തിൽ ലൗകികരല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചങ്ങ് നിൽക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു ശുശ്രൂഷയുണ്ട് നിങ്ങൾക്കെല്ലാം. അതെന്തുവാ? നക്ഷത്രത്തിന്റെ ശുശ്രൂഷ. ജ്യോതിസ് എന്ന് പറഞ്ഞാൽ നക്ഷത്രമല്ലേ? അപ്പൊ ഈ ഇരുണ്ട ലോകത്തിൽ വിശുദ്ധന്മാർ ആരാണ്? നക്ഷത്രങ്ങളാ. ആമേൻ. ഈ ഇരുണ്ട ലോകത്തിൽ വിശ്വാസികൾ ആരാ? നക്ഷത്രങ്ങളാ. നക്ഷത്രത്തിന്റെ ജോലി എന്നാന്നറിയണേ? മത്തായി 2:1 മുതൽ വായിക്കണം. യേശുവിന്റെ അടുക്കലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി പറഞ്ഞുകൊടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്ന ജോലിയാ നക്ഷത്രത്തിന്റെ ജോലി. സ്തോത്രം. ആ നക്ഷത്രം കുറച്ചു പേരെ കൊണ്ട് യേശുവിന്റെ അടുത്തോട്ട് പോയി. വഴിക്ക് വെച്ച് ഇവര് നക്ഷത്രത്തെ വിട്ടേച്ച് വേറെ വഴിക്ക് പോയി. നക്ഷത്രം എന്ത് ചെയ്തെന്നറിയാവോ? അവിടെ തന്നെ നിന്നു. എന്നാ അവൻ പോയതല്ലേ, ഞാൻ എന്റെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞില്ല. ഇവര് ചുറ്റിക്കറങ്ങി കൊട്ടാരത്തിൽ നിന്നെല്ലാം തിരിച്ചു വരുന്നവരെ അവിടെ നിന്നു. അവർ കുറ്റബോധത്തോടെ തിരിച്ചു വന്ന് മേലോട്ട് നോക്കിയപ്പോൾ നക്ഷത്രം വീണ്ടും കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അങ്ങനെ ആ വീട്ടിൽ യേശു കിടക്കുന്നിടത്ത് വരെ നക്ഷത്രം വഴികാട്ടി. നീ ആരെയും വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ? അവൻ ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോകുമായിരിക്കും, സാരമില്ല, വെയിറ്റ് ചെയ്യണം. 1 കൊല്ലം വെയിറ്റ് ചെയ്യണം, 2 കൊല്ലം വെയിറ്റ് ചെയ്യണം, 5 കൊല്ലം വെയിറ്റ് ചെയ്യണം. സ്തോത്രം. ഇവിടെ ഒരു ബിജു ഉണ്ടായിരുന്നില്ല ഇന്നില്ലേ? സ്തോത്രം. ഞാൻ ഇന്ന് പകല് വീട്ടിലോട്ട് വിളിച്ചപ്പം ഞാൻ ചോദിച്ചു, ഈ ബിജുവിനെ ഓർക്കുന്നുണ്ടോ? അതായത് ഞങ്ങളുടെ പെരുമ്പാവൂർ സൺഡേ സ്കൂളില് 2-3 പിള്ളേർ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാനാ ക്ലാസ് എടുക്കുന്നത്, സഭയുടെ ആരംഭത്തിലാണ്. അപ്പൊ 2 പിള്ളേര് സ്ഥിരം വരും. ആ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു വിദ്വാനാണ് ബിജു. സ്തോത്രം. ബിജുവിന്റെ അനിയൻ മിക്കവാറും മുടങ്ങാതെ വരും. ബിജു നല്ല കുട്ടി, അതും അതെ ഇന്നും അതെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം വരത്തില്ല. പക്ഷെ എന്നിട്ടിപ്പൊ വന്നല്ലോ, ഇപ്പൊ വന്നല്ലോ. ആരാ ഇടയ്ക്ക് ഉഴപ്പാത്തെ? ഒന്ന് വന്നിട്ട് പുറകോട്ട് പോയവരാ പലരും.
പക്ഷെ നക്ഷത്രം പിന്നെയും പുറകെ നിൽക്കുകയാണ്. ഇത് നിന്റെ അനുഭവമാണെങ്കിൽ നീ ഇതുപോലെ ആളുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നീ ആളുകൾക്ക് വേണ്ടി ക്ഷമയോടെ പോകണം. അവൻ വരുന്നത് വരെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതല്ലാതെ ഒരു മാർഗമില്ല. നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ബിജുവിന്റെ പപ്പായും മമ്മിയൊക്കെ വിശ്വാസ സ്നാനം സ്വീകരിച്ചു എന്ന് അവരുടെ വീട്ടിൽ ഫോട്ടോ ഇരിക്കുന്ന കണ്ടപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അന്ന് വളരെ ചെറിയൊരു ആരംഭമായി കണ്ടത് ഇന്ന് ഫലത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രാവശ്യം വന്നവൻ പിന്നെ വന്നില്ലെന്നോർത്ത് വിഷമിക്കണ്ട, വെയിറ്റ് ചെയ്താൽ മതി. ഇത് സത്യമല്ലേ, ഇത് വ്യാജമല്ലല്ലോ. ഇവിടെ വരാതെ എവിടെ പോകാന്? നീ നക്ഷത്രമായിരിക്കണം. സ്തോത്രം. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 14:30 നോക്കി. 14:30. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു. അപ്പൊ ലോകത്തിനൊരു പ്രഭു ഉണ്ട് കേട്ടോ. ലോകത്തിന് ഒരു പ്രഭു ഉണ്ട്. ഇത് 7ാമത്തെ കാര്യമാണ്. ലോകത്തിനൊരു പ്രഭു ഉണ്ട്. ആരാ ലോകത്തിന്റെ പ്രഭു? പിശാചാണ്. സ്തോത്രം. ഈ ലോകത്തിനൊരു പ്രഭു ഉണ്ട്. അവന്റെ ജോലി എന്നാ? 8ാമത്തെ കാര്യം 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മനസ്സ് കുരുടാക്കലാണ് ഇവന്റെ ജോലി. മനസ്സ് കുരുടാക്കലാണ് ഇവന്റെ ജോലി. സ്തോത്രം. ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ പണി എന്നാണെന്നറിയാമോ? കൺകെട്ട്. കണ്ണ് കുരുടാക്കുക എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടിനെ വികലമാക്കുക എന്നാണ് ശരിയായ തർജ്ജിമ. അതായത് ഇത് കാണുമ്പോഴത്തേനും സ്വർണ്ണമാണെന്ന് എനിക്കങ്ങ് തോന്നിയാൽ പോരെ. വില കുറഞ്ഞതിനെ വില കൂടിയതായി തോന്നിപ്പിക്കുക, വില കൂടിയതിനെ വില കുറഞ്ഞതായിട്ട് തോന്നിപ്പിക്കുക. ഇതവന്റെ പണി, കണ്ണു കുരുടാക്കുക എന്ന് പറഞ്ഞ. ഇവനെ മിസ്ഗൈഡ് ചെയ്യുക, ഇവനെ വഴിതെറ്റിക്കുക, മൂല്യബോധം നഷ്ടപ്പെടുത്തി കളയുക. ഇതൊക്കെയാ പിശാചിന്റെ പണി. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ ലോകത്തിന്റെ പുറകെ ഓടുന്നത്. ഈ മായയായ, ഈ നശിക്കുന്ന ഈ മണ്ണിന്റെ പുറകെ മനുഷ്യരെല്ലാം ഓടുന്നതിന്റെ കാരണം എന്താ? പിശാച് കണ്ണിനെ തെറ്റിച്ചിട്ടിരിക്കുക. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു. അടുത്ത കാര്യം യോഹന്നാൻ 17:15. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. 9ാമത്തെ കാര്യം, ലോകത്തിന്റെ പ്രഭു ആത്മീയരെ അകപ്പെടുത്താൻ ശ്രമിക്കും. ലോകത്തിൽ ലൗകികരാകാതെ ആത്മീയരായി ജീവിക്കുന്ന, വചനമനുസരിക്കുന്ന വിശുദ്ധന്മാരെ അവന്റെ വലയിൽ അകപ്പെടുത്താൻ അവൻ സദാ ശ്രമിക്കും എന്നറിഞ്ഞുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, അവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാക്കണമേ. യേശുബ്രാൻ പ്രാർത്ഥിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, അവൻ അകപ്പെടുത്തും. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ അകപ്പെടുത്താൻ അവൻ ശ്രമിക്കും. അതുകൊണ്ട് ആരും ഓവർ സ്മാർട്ട് ആകരുത്. എനിക്ക് നല്ല വിശുദ്ധിയുണ്ട്, എനിക്ക് നല്ല വചനം അറിയാം എന്നൊക്കെ തോന്നിപ്പോയോ അകപ്പെടുത്തിക്കളയും. ദൈവസന്നിധിയിൽ താഴുക, ട്രസ്റ്റ് ചെയ്യുക, ആശ്രയിക്കുക, അവനെ കെട്ടിപ്പിടിച്ച് നിന്നോളുക. വേറെ നിനക്കിവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിന്നേക്കാൾ ബുദ്ധിയുള്ളവനാ പിശാച്. അവൻ നിന്നെ അകപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പിശാചുരാൻ പ്രാർത്ഥിക്കുക, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവൻ ആത്മീയരെ അകപ്പെടുത്താൻ ശ്രമിക്കും. 10ാമത്തെ കാര്യം, യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. അതാണ് 10ാമത്തെ കാര്യം. യേശുബ്രാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ശക്തമായി പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്.
യാക്കോബ് 4:4 വായിച്ച്. യാക്കോബ് 4:4. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ വാക്യത്തിന്റെ ഗൗരവം മനസ്സിലായോ സഹോദരങ്ങളെ? ഞാനിതെല്ലാം തീർക്കണം എന്നോർത്ത് ധൃതിയിൽ ഓടുക. പക്ഷെ അങ്ങനെ ധൃതിയിൽ ഓടിയാൽ പറ്റുകയല്ലോ. ഒന്ന് ശ്രദ്ധിച്ചേ. ലോകസ്നേഹം. അപ്പൊ ഏറ്റവും വലിയ പാപം എന്നാ? ലോകസ്നേഹം. നമ്മൾ ഓരോന്നോരോന്ന് കണ്ടെച്ച് ഓരോരുത്തരെ വിധിക്കും. അവൻ അത് ചെയ്തു, ഇവൻ ഇത് ചെയ്തു. ഏറ്റവും വലിയ കേസ് എന്നതാ? ലോകസ്നേഹമാണ്. അപ്പൊ ഈ ലോകസ്നേഹത്തെ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ബൈബിൾ പറയുന്നെങ്കിൽ അതിനെയല്ലേ നമ്മൾ കാണുന്നത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവത്തോട് ശത്രുവായ പിന്നെ രക്ഷപ്പെടുവൂ. ഇനി അടുത്ത വാചകം വായിച്ച്. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അടുത്തത്. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ആമേൻ. ഇനി ഞാൻ ഒരിക്കൽ കൂടി ആ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. യാക്കോബ് 4:4 എടുത്തേ. നോബിള് വായിച്ചപ്പോൾ ഒരു വാചകം കുറച്ചാ വായിക്കാം. അത് ഇച്ചിരി കട്ടിയായ വാക്കാണ്. അത് ആദ്യം വായിക്കാൻ നന്നായി. ഇനി വായിക്കാം. അവിടെയാ സംഗതി. വ്യഭിചാരിണികളായുള്ളവരെ എന്നാ കഠിനം. അത് ആദ്യം കയറി പിടിക്കുന്ന മോശമല്ലേ? ലോകസ്നേഹം ദൈവത്തോട് ശത്രു. അപ്പൊ ലോകസ്നേഹം എന്തുകൂടിയാണ്? വ്യഭിചാരമാണ്. അതെങ്ങനെയാ നോക്കുന്നത്? അവിടെയാണ് മർമ്മം. സഭ ക്രിസ്തുവിന്റെ ആരാ? മണവാട്ടിയാണ് അല്ലേ? ലോകം പിശാചിന്റെയാണ്. അപ്പൊ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ഭർത്താവിനെ സ്നേഹിക്കുക. അപ്പൊ അവരെ എന്നാ വിളിക്കേണ്ടത്? ഈ പദമാ വിളിക്കേണ്ടത്. അബദ്ധം പറ്റിയതല്ല, കറക്റ്റ് വാക്കാണ്. അപ്പൊ ലോകസ്നേഹം വ്യഭിചാരത്തിന് തുല്യമാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നത് ഇങ്ങനെയാണ്. ബാക്കിയെല്ലാം ക്ഷമിക്കും. ഒരു പുരുഷൻ എന്തും ക്ഷമിക്കും. ഉപ്പ് കൂടിപ്പോയാലും മുളക് കൂടിപ്പോയാലും ക്ഷമിക്കും. പക്ഷെ ഇത് വന്നാലോ പിന്നെ അവർ ശത്രുക്കളാണ്. ബൈബിളിന്റെ ആഴത്തിലെ സത്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലോകസ്നേഹം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ലോകത്തെ തോൽപ്പിക്കണം. 1 യോഹന്നാൻ 5:5. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. മതി 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പൊ ലോകത്തെ നമ്മൾ എന്ത് ചെയ്യണം? ജയിക്കണം അഥവാ തോൽപ്പിക്കണം. അപ്പൊ ദൈവമക്കൾക്ക് ലോകത്തെ ജയിക്കാൻ പറ്റുമോ? പറ്റും. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കൾ ഈ ലോകത്തെ തോൽപ്പിച്ചവരാ. ജയിച്ച് ജീവിക്കുക. ലോകത്തുള്ളതിനെ സ്നേഹിക്കരുത്, പകരം ജയിക്കണം. അതിന്റെ ആകർഷണങ്ങളെ എങ്ങനെ ജയിക്കുന്നത് കാണിച്ചു തരാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. എങ്ങനെയാ ലോകത്തെ ജയിക്കുന്നേ? ലോകം എനിക്കും ഞാൻ ലോകത്തിനും
ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലൂടെയാണ് ലോകത്തെ ജയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആകർഷിക്കത്തില്ല. ഞാൻ വിശദീകരിക്കാം. ഇപ്പൊ ഞാൻ എത്ര വിശുദ്ധനാണെങ്കിലും ചില സാധനങ്ങളോട് എനിക്കിഷ്ടമാണ്. അപ്പൊ ഞാൻ ഇനി വയ്യാതെ കിടക്കുകയാണെങ്കിലും എനിക്കിഷ്ടമുള്ള സംഗതി കാണുമ്പോൾ ഞാൻ നോക്കും. ആ നോട്ടം നിൽക്കണമെങ്കിൽ സമയമാം രഥം പാടണം. ശരിയാണോ? അപ്പം മനുഷ്യൻ ആകർഷിക്കുന്നവനാണ്. അവൻ ഇഷ്ടമുള്ള സംഗതികളെ, സാധനങ്ങളെ, ഭക്ഷണ സാധനങ്ങളെ ഒക്കെ കാണുമ്പോൾ അവന് ആഗ്രഹം തോന്നും. അതില്ലാതെ വരുന്നത് എപ്പോഴാ? ജീവൻ പോയി കഴിയുക. ഇന്നാളൊരാൾ മരിക്കാൻ നേരത്ത് 500 നോട്ടെടുത്ത് കയ്യിലോട്ട് വെച്ചു കൊടുത്തു. അപ്പം മരിക്കും. കാരണം 3-4 ദിവസമായി വെള്ളവും ഇറങ്ങുകയില്ല, ഒരു സംഗതിയില്ല, വലിവ് തന്നെ വലിവ. പുള്ളിയുടെ സ്വഭാവം പിള്ളേർക്ക് അറിയാവുന്നത് കൊണ്ട് ഒരു നോട്ടെടുത്ത് കൈയൊക്കെ ചുരുട്ടി പിടിച്ച് തിരികെ അങ്ങ് വെച്ചു. ആ ജീവൻ പോയി. കണ്ടോ? അതിനോടുള്ള ആ ആഗ്രഹം കണ്ടോ? ഇനി എന്ത് വലിയ നോട്ട് കാണിച്ചാലും അതിനകത്തുമില്ല. അപ്പൊ അതുവരെ ഉള്ള ഈ സംഭവം. പൗലോസ് പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം മനസ്സിലായോ? അതിനുവേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചേ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുക. അതുകൊണ്ട് എന്നെ ആകർഷിക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ലെന്ന്. ലോകമേ നിനക്ക് എന്നെ ആകർഷിക്കാൻ പറ്റുകയില്ല. സ്വതന്ത്രം. ഏതെങ്കിലും കച്ചവടക്കാർ സെമിത്തേരി പോകുന്നുണ്ടോ? വില കുറവാണെന്ന് പറഞ്ഞ് പോകത്തില്ല. അവനെ ആകർഷിക്കാൻ പറ്റുകയില്ല. ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടതാണ്. ആകർഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. നമ്മൾ ആകർഷണത്താൽ ഒന്നിലും വീഴരുത്. ആവശ്യത്താൽ വാങ്ങാം. ആവശ്യമുള്ളത് ഒക്കെ നമുക്ക് വാങ്ങാം. പക്ഷെ ആകർഷിച്ചതുകൊണ്ട് പോകരുത്. അത് തിരിച്ചറിയണ ഇച്ചിരി ആത്മീയ പക്വത വേണം. ഇതെനിക്ക് ആവശ്യമുണ്ടോ? ഓക്കെ, ദൈവം സഹായിക്കുമല്ലോ. ആവശ്യമുണ്ടോ എന്നാ ചോദ്യം. ആവശ്യമുണ്ടോ? സ്തോത്രം. അതെ, ലോകത്തെ ജയിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ക്രൂശീകരണത്തിലൂടെ. സ്തോത്രം. 1 യോഹന്നാൻ 2:17 1 യോഹന്നാൻ 2:17. എന്നേക്കും ജീവിക്കുന്നു. ഒടുവിൽ 13ാമത്തെ കാര്യം യോഹന്നാൻ 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോകം എന്ത് എന്ന കാര്യത്തിൽ 13 കാര്യം ദൈവവചനത്തിൽ ഞാൻ കാണിച്ചു. ഒടുവിലത്തെ കാര്യം ഇതാണ്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. 2 വാക്ക് ഞാനതിൽ നിന്ന് കാണിക്കാം. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ട്, ലോകത്തിൽ കഷ്ടമുണ്ട്. നമ്മൾ ലോകത്തിലുമാണ്, ക്രിസ്തുവിലുമാണ്. ലോകത്തിൽ കഷ്ടമുണ്ട്, ക്രിസ്തുവിൽ പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. സത്യമല്ലേ? ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് അതറിയാം. ടെൻഷൻ ഇങ്ങനെ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ അകത്ത് ദൈവം സമാധാനം തന്നിരിക്കുകയാണ്. ക്രിസ്തുവിൽ സമാധാനം, എപ്പോഴും സമാധാനം. പുകഞ്ഞു അറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമാധാനം ദൈവം ഇങ്ങനെ അകത്ത് തന്നിട്ടുണ്ട്. സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്,
പക്ഷെ എന്നിൽ നിങ്ങൾക്ക് സമാധാനം. ഓക്കെ, നമ്മുടെ ക്ലാസിന്റെ വിഷയം എന്തായിരുന്നു? മുള്ളിനിടയിൽ വീണ വിത്ത്. എന്താ മുള്ള്? പറഞ്ഞാട്ടെ, ലോകത്തിന്റെ ചിന്ത. അങ്ങനെയാണെങ്കിൽ ലോകം എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്രയും നേരം നടന്നത്. ഇന്നലെയൊക്കെ കൃത്യം 9 യോഗം നിർത്തിയെങ്കിലും 9:15 കഴിഞ്ഞിട്ടാണ് ആളുകൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് 9:15 വരെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. വീണ്ടും വായിക്കാം മത്തായി സുവിശേഷത്തിൽ. എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും അതിനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. അതിന്റെ അർത്ഥം വായിച്ചോ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. മറ്റേ ഉപമയ്ക്കകത്ത് പറഞ്ഞ ഭാഗം ഒന്നുകൂടെ വായിച്ചത്. അതായത് അത് തന്നെ, മുള്ള് മുളച്ചു ഞെരുക്കി എന്നതിന് അർത്ഥം വന്നപ്പോൾ ഈ ലോകത്തിന്റെ ചിന്തയും പിന്നെ അപ്പൊ നമ്മൾ ധനത്തിന്റെ കാര്യം ചിന്തിച്ചില്ല. ലോകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിന്തിച്ചു. ധനം എന്നാന്ന് ചിന്തിക്കാൻ ഒരു വിഷമവും ഇല്ലല്ലോ. ധനം ഇല്ലാതെ വല്ല കാര്യവും നടക്കും. ഇപ്പൊ ഈ ബൈബിൾ ക്ലാസ് നടക്കണേലും ധനം വേണ്ടേ? ഇതൊക്കെ നടത്തണ്ടേ? അപ്പൊ ധനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു വിഷമവും ഇല്ല. പക്ഷെ ധനത്തിന്റെ വഞ്ചന എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് പ്രശ്നം. കർത്താവ് ഈശോമിശിഹാ പറഞ്ഞ വാക്യം, ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചന. വഞ്ചന എന്ന് പറഞ്ഞാൽ എന്താ? ചതി അല്ലേ? അതിന് എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. നമ്മളൊരു സാധനം കണ്ടിട്ട് നല്ലതാണെന്നോർത്ത് മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ നമ്മളെ ചതിച്ചതാണെന്ന് മനസ്സിലായി. അതിന്റെ പേരാണ് ചീറ്റി, വഞ്ചന, ചതി. കടയിലോട്ട് ചെല്ലുന്ന നല്ല ഓറഞ്ച് ഇങ്ങനെ ഇരിക്കുക. 1 കിലോ ഓറഞ്ച് തന്നേരെ. പുള്ളി അവിടുന്ന് എടുത്തിട്ട് അതല്ല നമുക്ക് തരുന്നത്. ഇപ്പോഴും ഇങ്ങോട്ട് എടുത്തിട്ട് അത് മാറ്റി വെക്കും. അവിടെ വേറെ ഇരിപ്പുണ്ട്, അതെടുത്ത് വെച്ച് തൂക്കും. അത് ചെയ്യുന്നതാണ്. ഇത് കൂട്ടിട്ട് പൊതിഞ്ഞിട്ട് തരും. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ചതിച്ചല്ലോടാ. ഇതിന്റെ പേരാ വഞ്ചന എന്ന് പറയുന്നത്. ഈ ധനത്തിനകത്ത് വഞ്ചനയുണ്ടോ? ഉണ്ട്. എന്താ വഞ്ചന? പല കാര്യം പറയാനുണ്ടെങ്കിലും ഒരെണ്ണം എടുത്ത് കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ വായിക്കാം. ഒരു കൊമയിൽ അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പൊ ധനവാനായിരുന്നു. ഇപ്പൊ പുള്ളിക്ക് എന്ത് സംഭവിച്ചു? ഭൂമി നന്നായി പറഞ്ഞു. അപ്പൊ ഇരട്ടിയായി. വായിച്ചോ. അപ്പോൾ അവൻ എന്റെ വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം പോരാ എന്ന് പുള്ളി വിചാരിച്ചു. പുള്ളിയുടെ ഇപ്പോഴത്തെ ടെൻഷൻ എന്നാ? ഞാൻ ഈ പൈസ എല്ലാം ഇവിടെ വയ്ക്കും. പുള്ളി ഭയങ്കരമായ ഒരു വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. പുള്ളി അതിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. പെട്ടെന്ന് പുള്ളിക്കൊരു ഐഡിയ കിട്ടി. വായിച്ചോ. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് ഞാൻ ഇപ്പൊ ഈ വീടെല്ലാം പൊളിക്കും. എന്നിട്ട് അധികം വലിയ പണിത് കുറച്ചുകൂടെ വലുതായിട്ട് പണിയും. എന്റെ വിളവും വസ്തുവകയും എല്ലാം അത് കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. മതി. ഞാനൊരു ചോദ്യം ചോദിക്കുക. ഇവൻ ആരോടാ ഇത് പറയുന്നത്? അപ്പൊ ഇവന് വീട്ടുകാരൊക്കെ എടുക്കും. അപ്പൊ ഇവനിപ്പം പറയാൻ പോലും ആരുമില്ല. പൈസ മാത്രമേ ഉള്ളൂ. അതാണ് ഒരു പരിധി കഴിയുമ്പോഴുള്ള കുഴപ്പം. എനിക്ക് വന്ന് വീട്ടുകാരിയൊക്കെ ഇട്ടിട്ട് പോയി കാണും. പൈസയോടുള്ള ആർത്തി കാരണം മനുഷ്യരെല്ലാം അകന്നുപോയി.
പണത്തെ സ്നേഹിക്കുന്നവന് മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റുകയില്ല. മനുഷ്യരെ സ്നേഹിക്കുന്നവന് പണത്തെ സ്നേഹിക്കാൻ പറ്റുകയില്ല. ഒരു ക്ലോസും കൂടെ അതിനോട് ചേർക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവന് മനുഷ്യരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഇവൻ മഹാധനവാനായപ്പോൾ ഇവന്റെ പാട്ട് കേൾക്കാൻ പോലും ഒരാളില്ല. ഇവൻ തന്നെ പാടുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, പുള്ളിയുടെ ജീവിത ദർശനം എന്ന് പറഞ്ഞാൽ എന്നാ? തിന്നുക, കുടിക്കുക. എന്തോരം തിന്നാൻ പറ്റും? ഒരാൾക്ക് എന്തോരം തിന്നാൻ പറ്റും? എത്ര രൂപയ്ക്ക് തിന്നാൻ പറ്റും? അപ്പൊ പുള്ളിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്നാന്ന് ചോദിച്ചാൽ വല്ലതും കഴിക്കുക, അതാണ് സ്വർഗം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇത്രയേ ഉള്ളോ ജീവിതം? അവൻ അതിൽ കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. അടുത്ത പ്രശ്നം, അന്ന് രാത്രി ദൈവം അവനോട് പറയുകയാണ്, നിന്റെ പ്രാണനെ വായിച്ചു. ദൈവം അവനോട്, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. ഈ രാത്രി ഏറിയ ആണ്ടത്തേക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ടെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ രാത്രി ഒന്ന് ജീവിക്കണമെങ്കിൽ ആര് സമ്മതിക്കണം? ദൈവം സമ്മതിക്കണം. വഞ്ചന മനസ്സിലായോ? ഈ പൈസ ഉണ്ടെങ്കിൽ എത്ര കൊല്ലം വേണേലും ജീവിക്കാം, എന്ത് വേണേലും മേടിക്കാമെന്ന ഈ പാവം ധരിച്ചു വെച്ചത്. വഞ്ചിക്കപ്പെട്ട കണ്ടോ? ദൈവം അനുവദിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ കാര്യം ഇതിനറിയാൻ വേണ്ട. അതാണ് ധനത്തിന്റെ വഞ്ചന. ഒന്നുകൂടെ ഞാൻ പറയാം. ധനം ഇല്ലാത്തപ്പം നമുക്ക് തോന്നും ധനം ഉണ്ടെങ്കിൽ എല്ലാം ആയെന്ന്. പക്ഷെ ധനം വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ധനം കൊണ്ട് ഒന്നും നടക്കുകയില്ല. സ്വത്രം കിഡ്നി തകരാറാന്ന് പറഞ്ഞാൽ ധനം കൊണ്ട് എന്ത് ചെയ്യാം? ക്യാൻസറാന്ന് പറഞ്ഞാൽ ധനം കൊണ്ട് എന്ത് ചെയ്യാം? മനപ്രയാസമാണെന്ന് പറഞ്ഞാൽ ധനം കൊണ്ട് എന്ത് ചെയ്യാം? ഭയമാണെന്ന് പറഞ്ഞാൽ ധനം കൊണ്ട് എന്ത് ചെയ്യാം? കുടുംബ വഴക്കാണെന്ന് പറഞ്ഞാൽ ധനം കൊണ്ട് എന്ത് ചെയ്യാം? പിള്ളേരനുസരിക്കുകയില്ലെങ്കിൽ ധനം കൊണ്ട് എന്ത് ചെയ്യാം? ചുരുക്കി പറഞ്ഞാൽ ധനം കൊണ്ട് എന്തോ നടക്കും. വഞ്ചന കണ്ടോ? വഞ്ചന എന്തും സാധിപ്പിക്കുന്ന സാധനമാണ് ഇതെന്ന് ഇവൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ട് ഇതുണ്ടാക്കണമെന്ന് വിചാരിക്കും. ഒടുവിൽ ഇത് കൈമലർത്തും. എനിക്ക് നിന്നെ സഹായിക്കാനൊന്നും പറ്റിയില്ല, നീ തന്നെ അനുഭവിച്ചു. സ്റ്റോപ്പ്. ധനത്തിന്റെ വഞ്ചന. ധനത്തിന്റെ വഞ്ചന. ധനം മനുഷ്യന് സുരക്ഷിതത്വം നൽകും എന്നവൻ ധരിക്കുന്നു. ധനം മനുഷ്യന് ഉറക്കം കൊടുക്കുമെന്ന് അവൻ ധരിക്കുന്നു. ധനം മനുഷ്യന് ആരോഗ്യം കൊടുക്കുമെന്ന് അവൻ ധരിക്കുന്നു. ധനം സമാധാനം കൊടുക്കുമെന്ന് അവൻ ധരിക്കുന്നു. ധനം സന്തോഷം കൊടുക്കുമെന്ന് അവൻ ധരിക്കുന്നു. എന്നാൽ ധനം സന്തോഷവും തരില്ല, ഉറക്കവും തരില്ല, തൃപ്തി തരില്ല, ആരോഗ്യം തരില്ല, ആയുസ് തരില്ല, നിത്യജീവനും തരില്ല. അങ്ങനെ വരുമ്പോൾ വിലപ്പെട്ടതൊന്നും പൈസ കൊണ്ട് നേടാൻ പറ്റില്ല. ജീവനെ പിടിച്ചു നിർത്താൻ ധനം കൊണ്ട് കഴിയില്ല. 28 ലക്ഷം രൂപയുടെ കാറും കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടു. അവനെ ഹോസ്പിറ്റലിൽ ഇട്ടപ്പോൾ അവന്റെ ഫാദർ വിദേശത്ത് നിന്ന് പ്രത്യേകം ഫ്ലൈറ്റ് തയ്യാറാക്കി അവിടെ എത്തി. എത്തിയിട്ട് ഡോക്ടേഴ്സിനോട് പറഞ്ഞു, എത്ര രൂപ നിങ്ങൾ പറഞ്ഞാലും ഞാൻ തരാം, എന്റെ മോനെ ജീവിപ്പിക്കണം. ഡോക്ടേഴ്സ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ദൈവത്തോട് പറ. മനസ്സിലായോ? ദൈവത്തോട് ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ? എന്റെ ദൈവമേ, എത്ര പണം വേണേലും ഞാൻ തരാം, എന്നെ സഹായിക്കണോ? ദൈവത്തോട് മാത്രം നമുക്ക് ഈ പൈസയുടെ കാര്യം പറയാൻ പറ്റില്ല. ഭൂമി നമുക്ക് ആരുടെ മുമ്പിൽ കാശ് കൊണ്ട് കാര്യം നടത്താം. ദൈവത്തിന്റെ മുമ്പിൽ പൈസയും കൊണ്ട് വരരുത്, നീ നാണം കെട്ടുപോകും. കർത്താവേ, ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം, എന്റെ കൊച്ചിനെ ഒന്ന് ശരിയാക്കി തരണേ. മോനെ, നിന്റെ പൈസ കൊണ്ടൊന്നും കൊച്ചു ശരിയാവില്ല. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ
ദൈവമേ നീ നിരസിക്കുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. പൈസയുള്ളവർക്ക് യഹോവ സമീപസ്ഥനം ഈ ബൈബിളിൽ ഇല്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കണ്ണുനീര് കാണുമ്പോൾ അവർ മനസ്സലിയും, പൈസ കാണുമ്പോൾ മനസ്സലിയല. ഈ ലോകത്തിൽ എല്ലാവരും പൈസ കണ്ടാൽ മനസ്സലിയും, സ്വർഗത്തിലെ തമ്പുരാൻ കണ്ണുനീര് കണ്ടാൽ മനസ്സലിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപത്തോടെ, കണ്ണുനീരോടെ, മാനസാന്തരത്തോടെ, നിലവിളിയോടെ ഒരു ദരിദ്രനെ പോലെ ഞാൻ ഒന്നുമില്ലാത്തവനാണ് കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നാൽ നിന്നെ അവൻ ഇന്ന് രാത്രി അനുഗ്രഹിക്കും. ധനത്തിന്റെ വഞ്ചന. എന്താണ് ധനത്തിന്റെ വഞ്ചന? ധനം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്ന് നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒടുവിൽ ഒന്നുമില്ലാത്തവനാക്കി നിന്നെ ഇവിടുന്ന് നരകത്തിലോട്ട് പറഞ്ഞു വിടുകയും ചെയ്യും. വഞ്ചിക്കപ്പെടരുത്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണം ഒരു നാൾ വന്നിടുവേ, മറക്കാതെ നിന്റെ രക്ഷകനെ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. ആ കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമുറ്റോരുടയവരു. കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമുറ്റോരുടയവരു. കൂടുവിട്ടു നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും. കോരക്കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി താൻ നടിക്കിണരാൽ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമുറ്റോരുടയവരു. കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമുറ്റോരുടയവരു. കൂടുവിട്ടു ജീവൻ പോയാൽ കൂടെ വരാതെ വിടുവേ. വരുവീനി നല്ല സമയം. ഹല്ലേലൂയ. നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നിങ്ങൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ചില മിനിറ്റ്.
ധൃതി പിടിച്ചോടാതെ 2 മിനിറ്റ് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. പിശാച് ലോകത്തിന്റെ മഹത്വം മുഴുവൻ കാണിക്കും. എന്നാൽ യേശു കർത്താവ് കുരിശാ കാണിക്കുന്നത്. ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ ലോകത്തിന്റെ മഹത്വമല്ല കാണിച്ചത്, കുരിശെടുത്തെന്നെ അനുഗമിക്കണമെന്നാ പറഞ്ഞത്. മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ പലരും അകപ്പെട്ടിരിക്കുകയാ. അവര് സഭയിൽ വരുന്നുണ്ടെങ്കിലും അകത്തു വീണ വചനം വളരുന്നില്ല, ആത്മീകമായി പുരോഗമിക്കുന്നില്ല. പിശാചിന്റെ ചിന്ത അകത്തിട്ട് ഞെരുക്കുന്ന കാഴ്ച ദൈവം കാണുന്നു. ഇന്ന് രാത്രി അനുതാപത്തോടെ കുരിശിന്റെ ചുവട്ടിലേക്ക് അടുത്തു ശാന്തമായി പ്രാർത്ഥിച്ചു.